പ്രസാദ് തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം രാജു ഇബ്രാഹിം ചേരുന്നു. നമസ്കാരം. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം പല ഭാഗങ്ങളിലും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു പൊതുവായ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ പമ്പാ നദി വീണ്ടും കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മണിമലയാറും ഇതേ അവസ്ഥയാണ്. അവിടെ 400-ലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. ഇവിടെ മൊത്തത്തിൽ പമ്പാ നദിയിലെ ആറന്മുള, റാന്നി അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലായി ഏതാണ്ട് 3500-ലധികം ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയാണ്. പല ഭാഗത്തു നിന്നും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ ക്യാമ്പുകൾ തുറക്കുക. പക്ഷെ തുറന്ന ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനം അത് വളരെ കുറവാണ് എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പലരും ക്യാമ്പുകളിൽ പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതാത് പ്രദേശങ്ങളിലെ പ്രത്യേക വീടുകളിൽ ക്യാമ്പുകളാക്കി പ്രദേശവാസികൾ മാറ്റുന്ന ഒരു സ്ഥിതിയും ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. മൂഴിയാർ അണക്ക് 192 മീറ്റർ ആവുമ്പോൾ അത് തുറക്കണം. 191 മീറ്റർ ആയിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ ദിവസം തുറന്ന മൂഴിയാർ അടച്ചിരുന്നു. വീണ്ടും മൂഴിയാർ അണക്കെട്ട് തുറക്കുമ്പോൾ ഈ വെള്ളത്തിനോടൊപ്പം ആ വെള്ളം കൂടി എത്തുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മാരകമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയത്തില്ല. കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ഡാം തുറക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു നദിയുടെ കരയിൽ താമസിക്കുന്ന ആളുകളെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് പോലീസ് വാഹനത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടായത്. നേരത്തെ അനൗൺസ്മെന്റ് ഇല്ലായിരുന്നു, മുന്നറിയിപ്പ് ഇല്ലായിരുന്നു, റെഡ് അലേർട്ട് ഇല്ലായിരുന്നു. ഇതുകൊണ്ടാണ് വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആ മുൻകൂട്ടി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, റെഡ് അലേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ മാറി താമസിക്കുമായിരുന്നു, വീട്ടുപകരണങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ കടകളിലെ സാധനങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഓണത്തിന് വന്ന സ്റ്റോക്ക് എല്ലാമാണ് നശിച്ചു പോയിരിക്കുന്നത്. പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവശേഷിക്കുന്ന ആളുകൾ ജാഗരൂകരായി എല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പൊ അത്തരം മുന്നറിയിപ്പുകൾ നമുക്ക് പ്രധാനമായിട്ട് ഇതുപോലെയുള്ള പ്രളയ കാലഘട്ടങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. കൃത്യമായിട്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ നേരത്തെ എല്ലാം നൽകിയിരുന്നതാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ ആളുകൾക്ക് വലിയ ദുരന്തം മഴ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല, തീവ്രമഴയും നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, ഉരുളുപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുക. ഇന്നലെ പെരുന്നാട് പഞ്ചായത്തിലെ 2 പ്രദേശങ്ങളിൽ വലിയ മുഴക്കങ്ങൾ കേട്ടു. അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ ഇടപെട്ട് അവരെല്ലാം ശബരിമല ഇടത്താവളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതേപോലെ തന്നെ അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ നമുക്ക് കാഷ്വാലിറ്റി, അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കൂടുതൽ സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് ഏർപ്പെടുത്തണം. ഇതുപോലൊരു കലാമിറ്റി വരുമ്പോൾ മെല്ലപ്പോക്കല്ല നമുക്ക് വേണ്ടത്, യുദ്ധകാലാടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അത് സർക്കാർ ക്യാമ്പിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ള ക്യാമ്പുകൾ. ഉദാഹരണത്തിന് കാഞ്ഞീറ്റുകര എന്ന് പറയുന്ന കോഴഞ്ചേരിക്കടുത്തുള്ള അയിരൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശത്തിൽ 30ഓളം വീടുകൾ മുങ്ങിപ്പോയി. അവർ സമീപ വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അവർ ക്യാമ്പിലേക്ക് പോകാൻ മടിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളിടത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പാട് ചെയ്യണം. തഹസിൽദാരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ NDRFന്റെ അടക്കമുള്ള സേനകൾ നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റ് ആണ് വന്നത്. അതുപോലെയുള്ള മുൻകരുതൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും എടുക്കാനും കഴിയണം. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പാണ് ഉണ്ടാവേണ്ടത്.
വളരെയധികം നന്ദി ശ്രീ രാജു ഹെബ്രാം. നമ്മളോടൊപ്പം പ്രസാദ് എം ജി ചേരുന്നു. പ്രസാദ്, നമുക്കിപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് നിരവധി ആളുകളെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഡാം അടക്കം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇനിയും ഈ ഒരു വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളും അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളടക്കം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രധാനമായിട്ട് നമുക്ക് ഈ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ മുങ്ങിയ അവസ്ഥയിലാണ്. അതായത് റാന്നിയിൽ നിന്ന് നമുക്ക് ഈ അങ്ങാടി പഴവങ്ങാടിയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് കോഴഞ്ചേരി ചെട്ടിമുക്കി ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഈ ചെങ്ങന്നൂർ ടി കെ റോഡുമായി ബന്ധിപ്പിക്കുന്നിടത്ത് തിരുവല്ല കോഴഞ്ചേരി റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെട്ടിമുക്ക്, കോഴഞ്ചേരി ടൗൺ ഉൾപ്പെടുന്ന പൊയ്യാനി പ്ലാസ, ഇവിടെയൊക്കെ തന്നെ കടകളും പ്രധാനപ്പെട്ട ജംഗ്ഷനുമാണ്. അതെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. അവിടെ നിന്നാണ് തിരിച്ച് തെക്കേമല ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തെക്കേമലയിൽ നേരെ ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പത്തനംതിട്ട പോകുന്ന ആ റോഡ്, അത് 3 ദിവസമായി ആ റോഡിൽ ഏകദേശം അരയടിയോളം വെള്ളമുണ്ടായിരുന്നു. ഇന്നലെ സാവധാനം വെള്ളം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നേരം വെളുത്തതിന് ശേഷം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായ ശക്തമായ പേമാരിയിലും അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഡാമിലെ വെള്ളം കൂടി കയറുമ്പോൾ 2018 പ്രളയ സമാനമായിട്ടുള്ള ഒരു വെള്ളം എത്തുമെന്ന് തന്നെ കാര്യത്തിൽ ശേഷം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ദീപ്തി, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി പലയിടത്തും, അതായത് വള്ളങ്ങൾക്കോ ബോട്ടുകൾക്കോ മനുഷ്യനോ ഒക്കെ എത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും ഇപ്പോൾ 2 നില വീടുകളൊക്കെയാണ് ഈ ആറന്മുളയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അവിടെ പ്രായമായിട്ടുള്ളവരുണ്ട്. അവരുടെ ഈ കരുതൽ ശേഖരം ഒരാഴ്ചത്തേക്ക് ഈ കരുതി വെച്ചേക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ കഴിഞ്ഞെന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ തന്നെ നമ്മളെ അവിടെ ബന്ധപ്പെടുന്നുണ്ട്. സ്ഥലം എംഎൽഎയും റവന്യൂ അധികാരികളോടൊക്കെ തന്നെ നമ്മൾ അവർക്കുള്ള ആഹാരവും അവരെ രക്ഷപ്പെടുത്തി പല ക്യാമ്പുകളിലും എത്തണമെന്ന് പറഞ്ഞിട്ട് പോലും പലയിടത്തും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും ഉണ്ട്. പക്ഷെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഡാമിലെ വെള്ളം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഡാമിന്റെ ഷട്ടർ തുറന്നു. ഉച്ചയോടുകൂടി തന്നെ അത് ശരി. പ്രസാദ്, തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ ലേഖ എസ് ചേരുന്നുണ്ട്. നമസ്കാരം. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു മുന്നൊരുക്കങ്ങൾ, ഈ ഒരു ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളതിന് പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളടക്കം പൂർണ്ണ സജ്ജമാണോ? പൂർണ്ണ സജ്ജമാണ് മാഡം. എന്ന് പറഞ്ഞാൽ നമ്മള് മുനിസിപ്പാലിറ്റിയില് 4 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സ്കൂളുകളെ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് 4 സ്കൂളുകളാ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. 4 സ്കൂളുകളിലും വില്ലേജുകാര് പിന്നെ ആഹാരം ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്കൂളിലായിട്ട് പിന്നെ കുറച്ച് 600 ഒരു സ്കൂളിൽ 300 ആൾക്കാരും ഒരു സ്കൂളിൽ 300 ആൾക്കാരും തിരുമൂല വിലാസ സ്കൂളില് 50 ആൾക്കാരും, അങ്ങനെ എല്ലാം കൂടെ ഒരു 600 ആൾക്കാർക്കകത്ത് ഉണ്ട്. 600 ആൾക്കാരുണ്ട്. പിന്നെ അവരൊക്കെ ആഹാരം വെച്ച് കഴിക്കുന്നു. വീടെല്ലാം പിന്നെ ആകെ വെള്ളത്തിലാണ്. വെള്ളം മുങ്ങിക്കിടക്കുവാണ്. സാധനങ്ങളൊക്കെ ഉയർത്തി വീട്ടിലെല്ലാം വെച്ചിട്ട് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അവസ്ഥയിൽ തന്നെ പിന്നെ മൃഗങ്ങളെയും കൊണ്ടാ മിക്കവരും ഇതില് ക്യാമ്പിൽ വന്നിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ വാർഡ് കൗൺസിലർമാരും MLAയും എല്ലാം അതിനൊക്കെ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ക്യാമ്പിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഡോക്ടർമാര് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. എല്ലാ ആയുർവേദം, ഹോമിയോ, പിന്നെ ഇത് UFSHC നമ്മുടെ വെൽനസിന്റെ എല്ലാ സെന്ററിൽ നിന്ന് ഡോക്ടർമാരും എല്ലാരും വന്ന് മെഡിക്കൽ എല്ലാം പരിശോധന നടത്തിയിട്ട് അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ സ്പോൺസർഷിപ്പ് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. പിന്നെ മർച്ചന്റ്സ് അസോസിയേഷൻകാര് പിന്നെ ആവശ്യത്തിനുള്ള ഫുഡും മരുന്നുകളും വെള്ളവും എല്ലാം എത്തിക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. സ്കൂൾ അധികൃതർ നമ്മളതുപോലെ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പരിസരവും കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്.
നഗരസഭയുടെ ഇതിൽ സ്കൂളുകളും ക്ലീൻ ചെയ്യുന്നുണ്ട്. ശരി, അതോടൊപ്പം തന്നെ ഈ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി പല സ്ഥലങ്ങളിലും കൃഷിനാശമടക്കം സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സമയത്ത് ഈ കർഷകർക്കടക്കം വലിയൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട്, അവരുടെ കൃഷിവിളകൾ അടക്കം നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അടിയന്തരമായ എന്തെങ്കിലും ധനസഹായമോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ആയിട്ടില്ല മാഡം, അതിനൊന്നും ആയിട്ടില്ല. ഗവൺമെന്റ് വല്ലതും തീരുമാനിച്ച് നിർദ്ദേശിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് അടിയന്തര സഹായം പോലെ തന്നെ ആണെങ്കിലും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വലിയൊരു വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാം അറിയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് എല്ലാ കൗൺസിലേഴ്സും MLA മാരും എല്ലാവരും സഹകരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെയധികം നന്ദി. എന്തായാലും നമ്മളോടൊപ്പം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സണാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രസാദ് MJ ചേരുന്നു നമ്മളോടൊപ്പം. പ്രസാദ്, നമുക്ക് ഇപ്പോൾ അറിയാം പല സ്ഥലങ്ങളിലും ഈ ഒരു വെള്ളം കയറിയ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും കൃഷിയടക്കം നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വീടുകളിലടക്കം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് നിരവധി വ്യാപാരികളടക്കം കടകളിലടക്കം നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കം പറഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസാദ്, തുടരാം. ഇപ്പോൾ ഉച്ചയോടുകൂടി ഇതിന്റെ സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി KP അനിൽകുമാർ റാന്നിയിൽ ഈ പ്രളയബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ട്. റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധുവുണ്ട്. ആറന്മുള MLA അഡ്വക്കേറ്റ് അബിൻ വർക്കി കൂടിയായിട്ടുണ്ട്. ഇപ്പം ഇവരെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അടിയന്തരമായി ഇപ്പം റാന്നിയിൽ അടിയന്തരമായി അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 25,000 രൂപ ഒരു വാർഡിലേക്ക് അടിയന്തരമായി വില്ലേജ് തഹസീൽദാർ മുഖേന അടിയന്തരമായി ധനസഹായം എത്തിക്കും. പോരാത്തതുണ്ടെങ്കിൽ അവരെ ബാക്കിയുള്ള അതിന്റെ റീഇംബേഴ്സ്മെന്റ് മറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി തുക അടിയന്തരമായി ലഭിക്കുമെന്നാണ് റാന്നി MLA നമ്മളോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. ബാക്കി ഇനി തുടർ ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഈ ഓണം വിപണിയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദീപ്തിയോടൊക്കെ പറഞ്ഞതാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെയാണ് 500-600-ലധികം റാന്നിയിലെ വ്യാപാരികൾ അങ്ങാടിയിലും പഴവങ്ങാടിയിലും പഞ്ചായത്തിലൊക്കെ കടകളിലൊക്കെ അതിന് ആ സ്റ്റോക്ക് മൊത്തം തന്നെ നശിച്ചിട്ടുണ്ട്. അതിന്റെ ഇനിയും കണക്കെടുപ്പ് എടുക്കണം. അവരെ ഏതൊക്കെ തരത്തിൽ സർക്കാരിന് ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതിന് സമാനമായിട്ടാണ് ആറന്മുളയിലെ ഈ പ്രളയബാധിത പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത്, ഏതൊക്കെ കടകളിലാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു സങ്കടകരമായി ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ ആറന്മുളയെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പല പെട്രോൾ പമ്പുകളിലും വെള്ളം കയറി പെട്രോൾ പോലും അടിക്കാൻ കഴിയാത്ത വലിയൊരു ഒരു സാഹചര്യമുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെ 2018 സമാനമായിട്ടുള്ള ഒരു പ്രളയം തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആരെയും ഈ അവസരത്തിൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. എങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കണമെന്നാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ആവശ്യം. ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അട്ടത്തോടിന് സമീപം മണ്ണിടിച്ചിലുണ്ട്. ഫയർഫോഴ്സ് ഒക്കെ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നുണ്ട്. തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് അവസാനം നമുക്ക് കിട്ടുന്ന വിവരം. ദീപ്തി. പ്രസാദ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ശബരിമല തീർത്ഥാടകരുടെ അടക്കം ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ വരുന്ന ഒരു വിവരം അനുസരിച്ച് ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി തന്നെ അവിടെ നമുക്ക് സീതത്തോട് ഭാഗത്ത് നമുക്ക് അവിശ്വസനീയമാണ് എങ്കിൽ തന്നെയും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരു വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് അവിടെ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ശബരിമല പമ്പയിലേക്ക് പോകുന്ന പാതയിൽ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി മണ്ണ് നീക്കി അതിന്റെ മരങ്ങളും ഒക്കെ മറ്റ് വെട്ടി മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ
അവിടെ എത്തിയ ഭക്തരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാലാകാലങ്ങളിൽ ആചാരപരമായി നടത്തുന്ന നിറപുത്തിരി സന്നിധാനത്ത് അതിന്റെ മുടക്കം കൂടാതെ തന്നെ നടത്തിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് വിലക്കുണ്ട്. ഈ ഈ കയറി എവിടെയെങ്കിലും കുടുക്കി കിടക്കുന്ന തീർത്ഥാടകരെ ഒന്നുകിൽ മുകളിലോട്ട് പോകുന്നവർക്ക് മുകളിലോട്ട് പോകാം, താഴോട്ട് ഇറങ്ങി വരുന്നവർക്ക് താഴോട്ട് പോകാം. ഇനി പമ്പയിൽ നിന്നും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തീർത്ഥാടകരേക്ക് മലയിലേക്ക് കയറ്റി വിടത്തില്ല. കാരണം അന്ന് 2018 പമ്പയിലെ പമ്പ ഗണപതി ക്ഷേത്രം താൽക്കാലിക നടപ്പന്തൽ സ്നാനം ചെയ്യുന്ന ഇതെല്ലാം തന്നെ കടലിന് സമാനമായ രീതിയിൽ തന്നെ മുങ്ങിപ്പോയ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ മൂഴിയാർ ഡാമിലെ വെള്ളം കൂടി ഒഴുക്കി വിട്ടാൽ ആദ്യം എത്തുന്ന സ്ഥലം ഈ പമ്പയിലെ ഈ ത്രിവേണി സംഗമ സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമുക്ക് താഴേക്ക് റാന്നിയിലേക്കും മറ്റുമൊക്കെ ഒഴുകിയെത്തുന്നത്. അപ്പം തീർത്ഥാടകർക്കുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പമ്പയിൽ തന്നെ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. VP എന്തായാലും പത്തനംതിട്ടയിൽ വീണ്ടും ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ എന്തായാലും പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാന്നി പോലീസ് അടക്കം. റാന്നിയിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് റാന്നി CI നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 15 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകൾ തുറന്ന ഒരു സാഹചര്യത്തിൽ പരിസര പ്രദേശത്തുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.